ഹലോ, നമ്മൾ ഒരു പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പോവുകയാണിന്ന്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മാട്ടൂൽ എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അതിൻ്റെ മുന്നിലായിട്ടൊരു ബീച്ചും കൂടിയുണ്ട്. അതും കൂടെ നമ്മളിന്ന് കാണും. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ കൂടെ ഞങ്ങളുടെ നൈബേഴ്സായ 2 ഫാമിലി കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യമുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മുന്നോട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ പിറകുവശമാണ്. പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു കുട്ടികളുടെ പാർക്ക് കാണാൻ വേണ്ടി പറ്റും. ഫൺ സിറ്റി എന്നാണ് അതിൻ്റെ പേര്. ഈ പെറ്റ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് നമ്മൾ കാണുന്നത് ബീച്ച്. നമ്മൾ പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബീച്ചിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ മുൻഭാഗമാണിത് കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ ഒരു കോർണറിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 5 വയസ്സിന് മുകളിലെ എല്ലാ ആൾക്കും 150 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ്. ഈ 150 രൂപ ടിക്കറ്റിനോടൊപ്പം നമുക്ക് ഒരു പാസും കൂടെ തരുന്നതാണ്. ആ പാസിനകത്ത് ചില ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു ബേഡ്സിനെയോ ആനിമലിനെയോ നമുക്ക് കയ്യിൽ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ടിക്കറ്റിനോടൊപ്പം നമുക്ക് മത്സ്യങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡും നമുക്ക് തരുന്നുണ്ട്. അതും നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ്. ഇവിടെ ഒരു കുതിരയൊക്കെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇവിടെ പെറ്റ് സ്റ്റേഷൻ എന്നെഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നിന്നുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പെറ്റ് സ്റ്റേഷനകത്ത് കയറിയിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു കാഴ്ചയാണ് ഈ മീനുകൾ. ഇവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫുഡ് നമ്മൾ ഈ മത്സ്യങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് മത്സ്യങ്ങളൊക്കെ ഒന്നിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ സൂവിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവത്തെക്കാളും നല്ല ഫീലാണ് ഇവിടെ. സൂവിലൊക്കെ ആണെങ്കിലും മൃഗങ്ങളൊക്കെ വളരെ ദൂരത്തുനിന്നാണ് നമ്മൾ കാണുന്നത്. അടുത്തുനിന്ന് കാണുന്നതും ഉണ്ടാകാം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷികളും മത്സ്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് ഇവറ്റകളൊക്കെ കാണാനായിട്ട്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്ന് അക്വേറിയം സെറ്റപ്പാണ്. ഇവരുടെ അക്വേറിയം സെറ്റപ്പ് വേറെ ലെവലാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ട് തന്നെ അറിയണം. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മരച്ചില്ലകളും അതുപോലെ കൂടുകളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു കൂട്ടിനകത്താണെങ്കിൽ ആ കൂട്ടിനകത്ത് തന്നെ ഇവർക്ക് മരച്ചില്ലകൾ പാറിക്കളിക്കാനും അതുപോലെ ഇവർക്ക് സ്വന്തമായിട്ട് കൂടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പക്ഷികളുടെയും ആനിമലിൻ്റെയും ഒക്കെ കൂടിന് പുറത്തായിട്ട് അവരുടെ പേരും അവരുടെ
ഒറിജിനൊക്കെ എഴുതിയിട്ടുണ്ട്, ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്നില്ലേ, പക്ഷികൾക്ക് സെപ്പറേറ്റ് കൂടുകളൊക്കെയാണ്. ഓരോ പക്ഷിക്കും ഓരോ കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു ഓന്താണ് അവിടെ കണ്ടത്. പിന്നെ താറാവുകളും, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പക്ഷികളെയും മീനുകളെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വെള്ളം കൊണ്ടുള്ള പല ഭംഗിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. സാധാരണ നമുക്ക് കൂടുകളിലൊക്കെ അടച്ചിട്ടിരിക്കുന്ന പക്ഷികളെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല. കാരണം എല്ലാ അവർക്ക് യഥേഷ്ടം പറന്ന് നടക്കാനും കളിക്കാനും ഒക്കെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിൽ വിഷമമൊന്നുമില്ല. ഈ പക്ഷികളൊക്കെ നല്ല സ്വതന്ത്രമായിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗം മുഴുവൻ പക്ഷികളാണ്. പലതരത്തിലുള്ള പക്ഷികൾ, പല രാജ്യത്ത് ഉള്ള പക്ഷികളൊക്കെ ഇവിടെ നിറത്തിലും പലതരത്തിലും പല നിറത്തിലും പല വലിപ്പത്തിലുള്ള പക്ഷികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ മിനിയേച്ചർ ഹോഴ്സാണ്. കുള്ളൻ കുതിര, അതുപോലെ കുള്ളൻ കഴുത, കുള്ളൻ പശു, അതൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒരു ഏരിയ കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് വരുന്നത് കുറേ ആടുകളുടെ ഒരു കൂടാണ്. ഓരോ കൂടിനകത്തും പലതരത്തിലുള്ള ആടുകളാണ് ഇരിക്കുന്നത്. ഒക്കെ ആ ഒരു കൂട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ചെല്ലുന്നത് കുരങ്ങുകളുടെ പലതരത്തിലുള്ള കുരങ്ങുകളെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പക്ഷീനെ എടുത്തുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാനും മോളുമൊക്കെ ഒരു പക്ഷീനെ കയ്യിലെടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പുറത്ത് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് ഇവിടെ. അതിനേക്കാൾ ഒത്തിരി മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെയും നമുക്ക് ഇവിടെയും നമുക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിലുണ്ടായ ഫുഡൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും കൈ വെറുതെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം മീനുകളെ വന്ന് കൊത്താൻ വേണ്ടിയിട്ട്. പക്ഷേ മീനുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഭക്ഷണമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ അതുപോലെ തിരിച്ചങ്ങ് പോവും.
ഒരു ഭാഗം മുഴുവൻ പ്രാവുകളാണ്. കാലിലൊക്കെ പൂടെയുള്ള പ്രാവുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള പ്രാവുകളുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പലതരത്തിലുള്ള അക്വേറിയം സെറ്റപ്പുകളിലേക്കാണ്. ഇവിടെ നമുക്ക് അടുത്തടുത്തായിട്ട് തന്നെ പലതരത്തിലുള്ള അക്വേറിയം കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് പലതരത്തിലുള്ള പല നിറത്തിലുള്ള മീനുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ ഒരു ഭാഗം മുഴുവൻ എലികളാണ്. എലി കുഞ്ഞുങ്ങളും അതുപോലെ പല നിറത്തിലുള്ള എലികളൊക്കെ ഇവിടെയുണ്ട്. അവരെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം വെള്ള നിറത്തിലുള്ള എലിയൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നത് തന്നെ ആ ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾക്കൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. കീ ചെയിനുകൾ, അതുപോലെ ഡോള്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ ചെറിയ സ്മോൾ ബാഗുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഷോപ്പിംഗ് ഏരിയ പോലെയായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ബീച്ച്. ഇപ്പം ഏകദേശം നല്ല വൈകുന്നേരം സന്ധ്യയോട് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നല്ല കാഴ്ചയാണ് ഇവിടെ. കണ്ടില്ലേ, ബീച്ചിൽ നിന്നും ആ പെറ്റ് സ്റ്റേഷൻ്റെ വ്യൂ ആണിത്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പട്ടം പറത്താനായിട്ട് അവിടെ പട്ടം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെയുള്ള കുട്ടികളൊക്കെ പട്ടം വാങ്ങി അത് പറത്താനായിട്ട് എല്ലാവരും കൂടെ ബീച്ചിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ പട്ടം പറത്തുന്ന സമയത്ത് തന്നെ ഒന്നൊന്നിനോട് കുരുങ്ങി പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് പട്ടം പറത്തുന്ന കാരണം ചിലത് അധികം പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് നേരെ വിടാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം, പട്ടം പറപ്പിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ മോളതിൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അത് കയറ് ലൂസാക്കി വിടുമ്പോൾ ഒത്തിരി പൊങ്ങുന്നുണ്ട്. പക്ഷേ പൊങ്ങിപ്പോകുന്ന സമയത്ത് മറ്റുള്ള പട്ടത്തിന് പോയി കുരുങ്ങി നിൽക്കുന്നു. നമ്മളും ചെറിയ രീതിയിലൊക്കെ പട്ടം പറത്താനായിട്ട് ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടം കുരുങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് കുറേ നേരം പട്ടം പറത്താനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പട്ടം പറത്തുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ആ ഒരു രാത്രിക്കുള്ള വൈബാണ്. നല്ലയുണ്ട് കാണാനായിട്ട് ബീച്ച്. ഇവിടുന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പ്ലേസ് ഒന്ന് വന്ന് കാണാം. അവരൊക്കെ ഉള്ളവരെന്തായാലും വന്ന് കാണണം. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. താങ്ക് യു.